ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ അഞ്ചുമോള് വരുന്നില്ല കേട്ടോ, ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ. ആൽവിൻ ഇപ്പോൾ ഉള്ളത് നാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരണം. കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്, കിച്ചൺ ഐറ്റംസ്. പിന്നെ ക്രിസ്മസൊക്കെ വരല്ലേ, അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഐറ്റംസും കുറച്ചൊക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. മൈദ ആ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് വിൻ്റർ ക്ലോത്ത്സും കുറച്ച് നോക്കാനുണ്ട്. അഞ്ചുമോൾക്കും ഞങ്ങൾക്കൊക്കെയുള്ള വിൻ്റർ ക്ലോത്ത്സ് അഞ്ചുമോളെയാണ് മെയിൻലി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ തൽക്കാലമൊക്കെ ഇടാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം എടുക്കും. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ചെറിയൊരു പ്ലാനിങ്ങിലാണ് ഇന്നത്തെ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ എല്ലാ ഷോപ്പിംഗ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് കാലാവസ്ഥ കുറച്ച് തണുപ്പൊക്കെയാണ്, എന്നാലും വെയിലുണ്ട്. ഇപ്പം രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയ സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഇപ്പം അത്രയ്ക്കില്ല. ഇപ്പോൾ ഒന്ന് വെയിലായി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും കാറ്റുള്ളത് കൊണ്ടൊക്കെ ചെവി മൂടിക്കെട്ടണം, അല്ലെങ്കിൽ തണുപ്പടിക്കാൻ സാധ്യതയുണ്ട്. വിൻ്റർ സീസണിലൊക്കെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് വിൻ്റർ ക്ലോത്ത്സുകൾ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ സമ്മറിലും വെക്കാറുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഞങ്ങളങ്ങനെ പ്രോപ്പർ ഞങ്ങളുടെ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാർക്കറ്റ്. നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും അതുപോലെ കിച്ചണിലേക്കും വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് വരുന്ന മാർക്കറ്റാണ് ഇവിടെ. ഇവിടെയൊക്കെ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയുടെ മാർക്കറ്റാണ്. ഈ സൈഡിലേക്ക് അങ്ങനെ അവിടെ ഒരു വഴിയുണ്ട്. അതിൽ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി മാർക്കറ്റാണ്. പിന്നെ ഇവിടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം, ഇപ്പുറത്തുണ്ട് കടകളൊക്കെ. സീസൺ ആയതുകൊണ്ട് സോക്സ് ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കാണ്, കെട്ടിത്തൂക്കിയിട്ടേക്കണുണ്ടോ ആ സൈഡിൽ മൊത്തം സോക്സ്, തൊപ്പി കാര്യങ്ങളെല്ലാം. ഞങ്ങൾക്ക് അഞ്ജുവിനും കുറച്ച് വിൻ്റർ ക്ലോത്ത്സ് വാങ്ങിക്കണമെന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അഞ്ജുവിന് ഇപ്പോൾ ഈ വർഷമായിപ്പിക്കുക അത്രയ്ക്കാണ് പാകമല്ല, ഒക്കെ ടൈറ്റായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കടയിൽ കയറിയിരിക്കുക കേട്ടോ. ഈ കടയിൽ ഞങ്ങൾ മിക്കവാറും വർഷങ്ങളിൽ വന്ന് വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ വാങ്ങിക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർ കാണിച്ചൊക്കെ തരുന്നുണ്ട്. എങ്കിലും അഞ്ചു കൂടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കറക്റ്റ് സെലക്ഷൻ അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കാണിച്ചതൊന്നും നമുക്ക് കറക്റ്റ് ആണോ സൈസ് എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളിതാ കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുള്ളത് ആ കടയിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ അഞ്ചുവിനെ കൂട്ടി വേണം ഇനി നാളെ എങ്ങാനും വീണ്ടും ഷോപ്പിങ്ങിന് വരാനായിട്ട്. അപ്പോൾ ഞാൻ കിച്ചൺ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേക്കിനൊക്കെ വേണ്ട ഐറ്റംസുകൾ എടുക്കാനുണ്ട്. കിച്ചണിലും തീർന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം മൊബൈലിൽ നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിസ്റ്റ് നോക്കിയതാ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലം കേക്കിലേക്ക് ഇടാനുള്ള കശുവണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. കശുവണ്ടി, ബദാം, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇവിടെ നല്ല പച്ച ചെറുപയർ കണ്ടു. അപ്പോൾ അതൊരു പാക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ അതെടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുപയർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ട മൈദ, മെയിൻ ഐറ്റം നമ്മുടെ മൈദയാണല്ലോ. അപ്പോൾ അത് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങൾ, കിച്ചൺ ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഇന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അഞ്ചുമോൾക്കുള്ള ഷോപ്പിംഗ് ഒന്നും ഇന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി മോളെയും കൂടെ കൊണ്ട് നാളെ എങ്ങാനും വന്ന് വീണ്ടും ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ ഇവിടെ ബില്ലടിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഐറ്റംസ് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ബില്ലടിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞങ്ങളുടെ UP ലൈഫിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞങ്ങളിതങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നല്ല അടിപൊളി പേരയ്ക്ക് കണ്ടു. 100 രൂപയാണ് കിലോ പറഞ്ഞത്. എങ്കിലും നമ്മൾ കുറച്ച് സമയം ഒന്ന് ബാർഗെയിൻ ചെയ്തപ്പോൾ അത് 80 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ 80 രൂപയ്ക്ക് നമുക്ക് തന്നു കേട്ടോ.
അപ്പം അങ്ങനെ പേരയ്ക്കായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ പേരയ്ക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചുമോളെയും കൂട്ടി നാളെ വന്ന് നമുക്ക് ബാക്കി ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.